ഓക്കെ, നമ്മൾ നൈട്രോ കോമ്പൗണ്ടിൻ്റെ റിഡക്ഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ നൈട്രോ കോമ്പൗണ്ട്. അപ്പോൾ അസോഡൈ ഫോർമേഷനാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. അതിൽ നമ്മൾ ലിറ്റിൽ ഓഫ് ദി കോമ്പൗണ്ട് എടുത്തു, അതിലേക്ക് ലിറ്റിൽ ഓഫ് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്തു. ഡൈല്യൂട്ട് HCl ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു പിഞ്ച് ഓഫ് സിങ്ക് ഡസ്റ്റ്, പിഞ്ച് ഓഫ് സിങ്ക് ഡസ്റ്റും കൂടെ ആഡ് ചെയ്തു. ദെൻ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ ഫ്യൂ മിനിറ്റ്സ് നമ്മളിത് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം ഇത് ബോയിൽ ചെയ്യുമ്പോൾ നമ്മൾ നിർത്താം. ദെൻ ഇത് നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടി വെക്കുക. നമ്മൾ ഹീറ്റ് ചെയ്തു, ദെൻ ഇത് കൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ വെച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ബോയിൽ ചെയ്ത സൊല്യൂഷനാണിത്. അതിൻ്റെ ഫിൽട്രേറ്റ് എടുത്തിട്ട് നമ്മൾ ഡൈല്യൂട്ട് HCl വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫിൽട്രേറ്റാണ് നമ്മൾ എടുത്തത്. അത് ഡൈല്യൂട്ട് HCl ആയിട്ട് മിക്സ് ചെയ്യാം. ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് HCl വെച്ചിട്ട് മിക്സ് ചെയ്തു. ഇത് നമ്മൾ കൂൾ ചെയ്യണം. അപ്പോൾ ഐസ് കോൾഡ് വാട്ടറിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അത് കൂൾ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അതിലേക്ക് നമുക്ക് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാനുള്ളത് ബീറ്റാ നാഫ്തോൾ ഉണ്ട്, ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് ബീറ്റാ നാഫ്തോളും, ദെൻ അപ്പോൾ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാനുള്ള സോഡിയം നൈട്രേറ്റ് ആണ്. അതും ഐസ് കോൾഡ് ആക്കണം. അതുപോലെ തന്നെ നമ്മൾ ബീറ്റാ നാഫ്തോളും ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് ബീറ്റാ നാഫ്തോളും നമ്മൾ ഐസ് കോൾഡ് ആക്കണം. അപ്പോൾ നമ്മൾ ഐസ് വാട്ടറിലാണ് ഇത് വെക്കുന്നത്. ഐസിൽ ഇട്ട് വെക്കുകയാണ്, അത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഫിൽട്രേറ്റിൽ HCl ഒഴിച്ച ഫിൽട്രേറ്റ് ആണിത്. അത് നമ്മൾ അതിലേക്ക് ഐസ് കോൾഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം നൈട്രേറ്റ് സൊല്യൂഷനാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോഡിയം നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഐസ് കോൾഡ് സൊല്യൂഷൻ ഓഫ് ബീറ്റാ നാഫ്തോളാണിത്, ആൽക്കലൈൻ ബീറ്റാ നാഫ്തോൾ. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്കാർലറ്റ് റെഡ് ഐ ആണ് കിട്ടേണ്ടത്. ഓക്കെ, സ്കാർലറ്റ് റെഡ് ഐ നിങ്ങൾക്ക് കാണാൻ പറ്റും. നന്നായിട്ട് സ്കാർലറ്റ് റെഡ് ഐ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നൈട്രോ കോമ്പൗണ്ടിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ്.